നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഹ്യുണ്ടായി അയോണിക് 5 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം. ഹ്യുണ്ടായുടെ ഒരു SUV EV ആണ് ഈ ഒരു വാഹനം. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച വാഹനങ്ങളിലൊന്ന് ഹ്യുണ്ടായുടേതാണ്. അത് കോനയാണ്. 2019 അന്ന് ഇലക്ട്രിക്കിനെ പറ്റി ഇന്ത്യക്കാർ കാര്യമായ രീതിയിൽ ചിന്തിക്കാത്ത കാലത്ത് ധൈര്യത്തോടു കൂടി വളരെ വില കൂടിയ ഒരു EV SUV ഹ്യുണ്ടായി കൊണ്ടുവന്നത്. അതായിരുന്നു കോന. എന്തായാലും ഇലക്ട്രിക്കിനെ പറ്റി വലിയ ധാരണ ഇല്ലെങ്കിലും ഹ്യുണ്ടായി എന്ന കമ്പനിയോടുള്ളൊരു വിശ്വാസ്യത മൂലം ഇന്ത്യക്കാർ ധാരാളമായിട്ട് കോന വാങ്ങിക്കുകയുണ്ടായി. ഇപ്പോഴും കോന ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, EVകൾ പിന്നീട് പല കമ്പനികളും കൊണ്ടുവന്നെങ്കിലും പലർക്കും പല ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹ്യുണ്ടായുടെ ആദ്യകാല വാഹനങ്ങൾക്ക് പോലും ഇപ്പോഴും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ EVകളിലില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2021 നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അയോണിക് 5 എന്ന് പറയുന്ന ഈ ഒരു വാഹനം കമ്പനി കൊണ്ടുവന്നത്. സത്യത്തിൽ ഈ ഒരു വാഹനം ആദ്യമായി എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായി കണ്ടത് ഗോവയിൽ ഒരു ഹോട്ടലിൻ്റെ ഒരു പിന്നെ ലോണിലാണ്. ആ ലോണിൽ വെച്ച് ഇത് കാണുകയും ഈ വാഹനം നമ്മൾ തുറക്കുകയും ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇவ்விധം പൂമാന്മാർ ഭൂമിയിലുണ്ടോ എന്ന് ഉണ്ണിയാർച്ച പണ്ട് അത്ഭുതപ്പെട്ട പോലെ ഇമാതിരി ഇൻറ്റീരിയർ കാറിനുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം ഒരു സ്മാർട്ട് ഓഫീസ് സ്പേസ് എന്താണോ അതായിരുന്നു ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മുടെ ആ വളരെ ചെറിയ കോമറ്റിൻ്റെ ഇൻറ്റീരിയർ പോലും ഒരു സ്മാർട്ട് ഓഫീസ് സ്പേസ് പോലെയാണ്. പക്ഷേ അന്ന് അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഗംഭീരമായ ഇൻറ്റീരിയർ ആയിരുന്നു. പക്ഷേ ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, അത് വൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇൻറ്റീരിയർ ഫുൾ വൈറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ എപ്പോഴും ചിളി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നം മാറിയിരിക്കുകയാണ്. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറുമായിട്ടാണ് ഏറ്റവും പുതിയ അയോണിക് 5 വന്നിരിക്കുന്നത്. അപ്പോൾ അയോണിക് 5ൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യമുള്ളത്, റേഞ്ച് ആയിരുന്നു. 631 കിലോമീറ്ററാണ് അന്ന് കമ്പനി പറയുന്ന റേഞ്ചെങ്കിൽ ഇപ്പോൾ കൂടിയ ബാറ്ററി പാക്ക് 84 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുമായിട്ടാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത്. 690 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ ആയാലും ഒരു 600 കിലോമീറ്റർ റേഞ്ച് കിട്ടാവുന്ന ഒരു വാഹനമാണ്. പക്ഷേ ആശ്വസിക്കാൻ വകയില്ല. കാരണം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ വില കാര്യമായ രീതിയിൽ വർദ്ധിച്ചു. അതായത് 9 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. 2021 കഴിഞ്ഞപ്പോൾ 5 വർഷം കഴിഞ്ഞല്ലോ. 5 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും വില കൂടി. പെട്രോളിനൊക്കെ വില കൂടിയോണ്ടൊന്ന് കൂട്ടിയതായിരിക്കാം കമ്പനി. എന്തായാലും മറ്റ് ചില മാറ്റങ്ങൾ കൂടി കമ്പനിയിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സ് അല്പം കൂടി ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ഫുൾ ബ്ലാക്ക് ആക്കി. അതുപോലെ തന്നെ ഇത്രയും കാലം ഉപയോഗിച്ച കസ്റ്റമേഴ്സ് പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി കുറേ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തിട്ട് കുറച്ച് മാറ്റങ്ങൾ അതും ഇൻറ്റീരിയറിൽ നമുക്ക് കാണാം. എങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്, റേഞ്ച് വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അയോണിക് 5ൻ്റെ ടെസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അയോണിക് 5ൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന EV6 കിയ അല്പകാലം മുമ്പാണ് വിപണിയിൽ എത്തിച്ചത്. ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ EV6 പൂർണ്ണമായി ഇറക്കുമതി ചെയ്ത് വരുന്നതാണ്. ഇത് പക്ഷേ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചിരുന്നത്. EV6ന് വില കൂടുതലുമായിരുന്നു. എന്തായാലും ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിപ്പം നോക്കുകയാണെങ്കിൽ ബെൻസിൻ്റെ GLC ഉണ്ടല്ലോ, GLAയും കഴിഞ്ഞ് അടുത്ത സെഗ്മെൻറ്റ് GLCയുടെ അത്രയും വലിപ്പമുണ്ട്. 3 മീറ്ററിലധികം വീൽ ബേസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇൻറ്റീരിയറിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനം വന്നപ്പോൾ ഇതിന് ഒരു 20 mm നീളവും കൂടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് ഡയമെൻഷൻസിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മുൻഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പിക്സൽ തീമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പാരാമെട്രിക് പിക്സൽ ഹെഡ്ലാമ്പ് എന്ന് വിളിക്കുന്ന ഹെഡ്ലാമ്പാണ് കാണുന്നത്. അതിലെല്ലാം കാണുന്ന ആ ഒരു തീം ഒരു പിക്സൽ തീമാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതൊക്കെ ഈ ഒരു പോസ്റ്റ് മോഡേൺ രീതിയാണെന്നാണ് പറയേണ്ടത്. അതിൻ്റെ ആ ഒരു അതിലെ LED എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു പുതിയ അയോണിക് 5 വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെ ഈ ഭാഗം പാടെ മാറി എന്നുള്ളതാണ്. ഈ ഒരു എയർ ഫ്ലാപ്പിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെയുള്ള ബ്ലാക്ക് എലമെൻറ്റ്സ്, അത് ഫുൾ ബ്ലാക്ക് എലമെൻറ്റ്സായി. ഇവിടെ അഡാസിൻ്റെ സെൻസേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പുതിയതാണ്. ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാണുന്നത്. പക്ഷേ താഴെയായിട്ട് എയർ ഡാം ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കാണാം പിക്സൽ രീതിയിലുള്ള ചില ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ അവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഹ്യുണ്ടായുടെ വലിയ ലോഗോ ഇവിടെ കാണാം. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള ബോണറ്റ് ലൈനുകളോ ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആണെന്നാണ് പറയേണ്ടത്. പക്ഷേ മൊത്തത്തിൽ മുൻഭാഗത്ത് നിന്ന് എവിടെ നിന്ന് നോക്കിയാൽ പോലും ഇതിന് ആ ഒരു ഞാൻ പറഞ്ഞ പോസ്റ്റ് മോഡേൺ ലുക്ക് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് നിലനിർത്തിയിട്ടുമുണ്ട്. ഈ ഭാഗത്താണ് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിലും ചില എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്നൊരു മുൻഭാഗമാണ്. നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ച വാഹനങ്ങളുടെ മുൻഭാഗത്ത് നിന്നൊരു വ്യത്യാസം എന്നാണ് പറയേണ്ടത്. അല്ലാതെ വളരെ ഭംഗിയുള്ള മുൻഭാഗം എന്നല്ല, പക്ഷേ ഒരു വളരെ വ്യത്യസ്തമായ മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ അലോയ് വീൽ ഡിസൈനാണ്. അലോയ് വീലിൽ ഏതാണ്ട് ഫുൾ ബ്ലാക്ക് എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. 20 ഇഞ്ച് അലോയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചില സ്റ്റീൽ ഫിനിഷൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു എയറോ
വീൽ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിലും ഫുൾ ക്ലാഡിംഗ് ആണെങ്കിലും അതിൻ്റെ മേൽഭാഗത്തൊക്കെ ചെറിയ ഒരു അലൂമിനിയം എലമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഫുൾ സെൻസേഴ്സും ക്യാമറയാണ് കേട്ടോ. അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോലും ആ ഒരു പിക്സൽ രീതിയാണ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിന് ഈ ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ആ വലിയൊരു വലിപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ചില എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പപ്പ് ചെയ്യുന്ന ഈ തരത്തിലുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ടോൺ വാഹനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പനോരമിക് സൺറൂഫ് ആയതുകൊണ്ട് റൂഫ് ആയതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് കാണുന്നത്. ഈ ഒരു വലിപ്പം എന്ന് പറയുന്ന സൈഡ് പ്രൊഫൈൽ നല്ലപോലെ വ്യക്തമാകും. ഞാൻ പറഞ്ഞില്ല, GLCയുടെ വലിപ്പം എന്ന് പറയുന്നത് അത്രയും വലിയൊരു വാഹനമാണിത്. ആ ഫുൾ ഗ്ലാസ് ഏരിയയിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യും. ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. പിൻഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് പിൻഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പിൻഭാഗത്തിൻ്റെ ഭംഗി വ്യക്തമാകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഏതോ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൽ ഉള്ള വാഹനങ്ങൾ കാണുന്ന പോലെയുണ്ട്. ഫുൾ പിക്സൽ രീതിയിലുള്ള ലൈറ്റുകൾ നല്ല രസമാണ്. രാത്രിയിലായിരിക്കും ഏറ്റവും ഭംഗിയുള്ളത്. അതവിടെയുണ്ട്. കൂടാതെ അയോണിക് 5 എന്നുള്ള ബാഡ്ജിങ് ഇതിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും പിൻഭാഗത്ത് ഈ ഒരു താഴെയുള്ള ഭാഗം ബമ്പറിൻ്റെ ഭാഗത്ത് കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഡിസൈൻ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിലും ഈ ഒരു സ്കിഡ് പ്ലേറ്റ് മുൻഭാഗത്ത് സ്കിഡ് പ്ലേറ്റിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഡിസൈൻ രീതിക്കൊക്കെ ഇവിടെയും ഒക്കെ ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കാണാം. അതൊഴിച്ചുള്ള ഭാഗത്തെല്ലാം ഒരു ഫൈബർ പാർട്ടിന് കൊടുത്തിരിക്കുന്നത് ഒരു ആഷ് നിറമാണ്. അത്രയൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇതും പറയാമല്ലോ, സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു പ്ലേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറുണ്ട്. അതുപോലെ തന്നെ അതിലും ഉണ്ട് ഒരു നീണ്ട സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷാർഫിൻ ആൻറ്റിനയുണ്ട്. പിന്നെ വൈപ്പറും അതുപോലെ തന്നെ ഡീഫോഗും അത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് നോക്കാം. ഇലക്ട്രിക്കലി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. 527 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അമേസിങ് ബൂട്ട് സ്പേസ്. പിന്നെ ആ 2 പിന്നിലെ സീറ്റുകൾ മടക്കുകയാണെങ്കിൽ 1587 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരുകയും ചെയ്യും. പിന്നെ ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏത് സാധനങ്ങളും ഇതിൽ ചാർജ് ചെയ്യാം. ഈ വാഹനത്തിൽ നിന്നും കണക്ഷൻ കൊടുത്ത് ചാർജ് ചെയ്യാം. അതിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറായാലും ഒരു മൈക്രോവേവ് അവൻ, നിങ്ങളിപ്പോൾ വെളിയിലൊരു ഒരു ഔട്ടിങ്ങിന് പോകുന്നു, അങ്ങനെയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ നിന്ന് ചാർജ് ചെയ്യാം. ഈ വാഹനത്തിന് ചാർജ് ഉണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, ഇത്രയും കാലം നമ്മളത് പിൻഭാഗത്ത് ബൂട്ടിൽ മാത്രമേ പല വാഹനങ്ങളെയും കണ്ടിട്ടുള്ളെങ്കിൽ ഇതിന് സെക്കൻഡ് റോ സീറ്റിൻ്റെ താഴെയും അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉൾഭാഗത്ത് കയറുമ്പോൾ കാണാം. അങ്ങനെ 2 സ്ഥലത്തും. അപ്പോൾ നിങ്ങൾക്ക് ഉൾഭാഗത്തിരുന്നുകൊണ്ട് ലാപ്ടോപ്പൊക്കെ വർക്ക് ചെയ്യണമെങ്കിലും അതിനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ പിൻഭാഗത്ത് ഇവിടുന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വെളിയിലുള്ള എന്തെങ്കിലും ഇലക്ട്രിക്കൽ അപ്ലയൻസുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. പകരം പങ്ചർ കിറ്റ് മാത്രമാണ് പുതിയ രീതി അവലംബിച്ചിരിക്കുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചാർജറൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഫ്ലാപ്പ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. എക്സ്റ്റീരിയർ വിശേഷങ്ങൾ കാര്യമായ വ്യത്യാസമൊന്നും നമ്മൾ കണ്ടില്ല എന്നുള്ള സത്യമാണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന മാറ്റങ്ങളല്ല. ഇപ്പോൾ കമ്പനി നമുക്ക് തരുന്ന പ്രസ് റിലീസിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോലും ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് അയോണിക് 5 ഉപയോഗിക്കുന്ന ആളായിരിക്കണം. നമ്മളതല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന മാറ്റങ്ങളല്ല എക്സ്റ്റീരിയർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയർ കയറിയാൽ എന്തൊരു മാറ്റം എന്ന് നിങ്ങൾ പറഞ്ഞു പോകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഫ്രങ്ക് ഓപ്പൺ ചെയ്താൽ മനോഹരമായ സ്ഥലമാണ്. 57 ലിറ്ററുണ്ട് ഇതിലും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ആലോചിക്കായിരുന്നു, ഈ അടുത്ത കാലത്ത് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി എപ്പോഴും പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം 2-3 സ്ഥലത്ത് എന്നെയും പിടിച്ച് നിർത്തി. ഞാൻ എൻ്റെ പേഴ്സ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്നെ അങ്ങ് വിടുക, ഒന്നും പരിശോധിച്ചില്ല. അപ്പോൾ ഞാനപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എന്നെ പരിശോധിച്ച ഒരു പോലീസ് ഇൻസ്പെക്ടറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഫ്രങ്ക് സ്പേസ് ഉണ്ട്, അവിടെ പൈസ വെച്ചാൽ നിങ്ങൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. 2-3 ദിവസം മുമ്പാണ് കേട്ടോ അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു തന്നത്. അതുവരെ നമ്മൾ നോക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ EVകളുടെ ഫ്രങ്ക് നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടോ, കള്ളപ്പണം കടത്തുന്നവരൊക്കെ ഫ്രങ്കിൽ വെച്ചുകൊണ്ട് പോയാലും പോലീസ് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിൻഫാസ്റ്റിൻ്റെ VF MPV7 എന്ന് പറയുന്ന മോഡൽ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, ശ്യാമേ നമുക്ക് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇഡ്ഡലിയും മുട്ട പുഴുങ്ങിയതും കഴിക്കണം. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നില്ല ആ സമയം കൊണ്ട് തീരുമെന്ന്. കാരണം ഇഷ്ടംപോലെ സ്വിച്ചുകളും ഇഷ്ടംപോലെ കാര്യങ്ങളുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.
ഒരു പക്ഷേ 2021 നിങ്ങൾ കണ്ട ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഡ്ഡലിയും പുഴുങ്ങിയ മുട്ടയും 9 മണിക്ക് കഴിക്കാനുള്ള സാധ്യത തുലവും വിരളമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഫുൾ ബ്ലാക്കായി, ഈ ഒരു റൂഫ് ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബ്ലാക്കായി. നമ്മൾ 2021 ഗോവയിൽ വെച്ച് ചെയ്ത ടെസ്റ്റ് ഡ്രൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇൻറ്റീരിയർ ഒന്ന് ഭംഗിയായിട്ട് സൂക്ഷിക്കണേ കുറച്ച് പണിയാണ്, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആകെ നാശമാകും എന്നുള്ള കാര്യം. ഏതായാലും കൊച്ചുകുട്ടികൾ തന്നെ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. ഏതായാലും ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഐ ആം എ ഹാപ്പി എന്ന് പറയാം. പിന്നെ ഉള്ള വിശേഷം എന്ന് പറയുന്നത് ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്, അത് കസ്റ്റമർ ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. അന്ന് നമ്മൾ കണ്ടത് ഫുൾ സ്ക്രീനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ എല്ലാ സംഭവങ്ങളെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകൾ കൂടി വന്നിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്കത് കാണാം. സീറ്റിൻ്റെ വെൻറ്റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഫിസിക്കൽ സ്വിച്ച്, ക്യാമറ 360 ഡിഗ്രി ക്യാമറ ഫിസിക്കൽ സ്വിച്ചായി. പിന്നെ സ്റ്റിയറിംഗ് ഹീറ്റിംഗ് ഉണ്ട്, അത് ഫിസിക്കൽ സ്വിച്ച് വന്നിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് ക്ലൈമറ്റ് കൺട്രോളിൻ്റേതായുള്ള എല്ലാം തന്നെ ഫിസിക്കൽ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന അവസ്ഥ വന്നു. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചാർജിങ് പാഡിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി, അത് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് മൊബൈൽ ഇങ്ങനെ വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആ രീതിയിലേക്ക് മാറ്റി. 2 കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്ഥാനം മാറ്റി. ഇതാണ് കേട്ടോ ഇതിൻ്റെ കീ ഫോബ്, അതൊക്കെ ഒരു രസമാണ്, കുഴപ്പമില്ല. എന്തെങ്കിലും ചെറിയൊരു മാറ്റമൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് അവിടെ വന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഫുൾ ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്, ഈ ഭാഗത്ത് ടെക്സ്റ്റൈഡ് ബ്ലാക്ക്. പിന്നെ അതിൽ നല്ലതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു, അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻഭാഗത്ത് വെൻറ്റിലേറ്റഡ് സീറ്റും പിൻഭാഗത്ത് ഹീറ്റഡ് സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്തെ സീറ്റിന് ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കാലിൻ്റെ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി ഇതാ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഉയർന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അത് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലൊരു ട്രാവലുണ്ട് ഇതിന്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. മെമ്മറിയിൽ പിന്നെ മുൻഭാഗം 2 സീറ്റുകളും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ വലിയ സ്ക്രീനാണ്. 10.25 ഇഞ്ചിൻ്റെ 2 വലിയ സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഈ വാഹനം ഇന്നലെ വന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PDA ഒന്നും കാര്യമായ രീതിയിൽ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചില യൂസർ മോഡ് സാധനങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്കിത് ഈ വാഹനം ആരെങ്കിലും കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കണം, നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്യാം. അത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ ആപ്പ് വഴി നിങ്ങൾക്ക് അതിനെ വാഹനം അനങ്ങാത്ത രീതിയിൽ അവിടെ അവസാനിപ്പിക്കാം. കള്ളന്മാർ ചമ്മി ഐസായി പോകും, ആ രീതിയിൽ വാഹനം അവിടെ നിന്ന് പോകും. മറ്റൊരു കാര്യമുള്ളത് ഓവർ ദെയർ അപ്ഡേറ്റ്, OTA അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ കണക്റ്റഡ് നാവിഗേഷൻ ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ വന്നിരിക്കുന്നു. പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ അല്ലെങ്കിൽ തന്നെ വയർലെസ് ആയിട്ട് ഇതിലുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട നല്ല മനോഹരമായൊരു 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോസിൻ്റെ ഒരു 8 സ്പീക്കർ ഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ EV ചാർജിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ നിന്നൊരു സപ്പോർട്ട്, അത് വാഹനത്തിൻ്റെ ഈ ഒരു സ്ക്രീൻ വഴി നിങ്ങൾക്ക് EV ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നൊരു സംവിധാനം അത് പുതുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഡാസിൻ്റെ 5 പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്ക്രീനിലാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല ഗംഭീരമായൊരു സ്ക്രീനാണ്. അത് ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഡ്രൈവർക്കൊരു ചെറിയ തടസ്സം കാഴ്ചയ്ക്ക് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല സ്ക്രീനും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയുള്ള സ്ക്രീനും ഒക്കെയാണ്. ക്രിസ്പാണ് അതിൻ്റെ ആ കളേഴ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 95% ചാർജ് ഇതിൽ 560 കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നിർത്തിയും എടുത്തൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ 600 എന്തായാലും കിട്ടാനുള്ള സാധ്യത നമ്മളിതിൽ കാണുന്നുണ്ടെന്ന് ഉള്ള കാര്യം സത്യമാണ്. പിന്നെ ഈ ഭാഗത്ത് പാടെ മാറ്റം സംഭവിച്ചു. അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ രൂപം തന്നെ മാറി. ഇപ്പോൾ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അത് ലെതർ റാപ്ഡാണ്. ഇവിടെ മോഴ്സ് കോഡിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ആ ഹ്യുണ്ടായുടെ ആ ഒരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇലുമിനേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സീറ്റ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാം. ഇത് ഹ്യുണ്ടായി എന്നാണ് വായിച്ചെടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ജനിക്കുന്ന കാലത്തുണ്ടായിരുന്നതാണ് ഈ മോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ സൈഡിൽ ഈ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ പോലുള്ള സ്വിച്ചുകളും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫോണിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. ഇത് ഡ്രൈവ് മോഡുകളുടെ ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്പോട്ട്, മൈ ഡ്രൈവ്, സ്നോ, ഇക്കോ, നോർമൽ അത്തരം മോഡുകളൊക്കെ കാണാം. അതുപോലെ ഇവിടെ ബെൻസിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റേതായ അതിൻ്റെ ലെവലുകൾ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സൈഡിലൊക്കെ ചെറിയ ട്യൂട്ടറൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വൈറ്റിൽ കാണാൻ ഞാൻ പറയുന്നത് സ്മാർട്ട് ഓഫീസിൻ്റെ ആ ഒരു ലുക്ക്. ഇതൊക്കെ ഈ ഭാഗമൊക്കെ വൈറ്റ് ആയിരിക്കുമ്പോഴാണ് അത് കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല. ഇവിടെ ഓട്ടോ ഹോൾഡ് വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ചാർജിങ് പോയിൻറ്റിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെയാണ്, എൻ്റെ ഫ്ലാപ്പിൻ്റെ ഓപ്പൺ സ്വിച്ചൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഭാഗത്തൊരു സ്വിച്ചുണ്ട്. അത് ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഡ്രൈവർ ഒരു സ്ഥലത്ത് മുതലാളി ഇറക്കി വിട്ടിരിക്കുന്നു, നമ്മളൊന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ ആ സ്വിച്ച് അമർത്തിയാൽ മതി. ഈ ഒരു പൊസിഷനിലേക്ക് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത്
അങ്ങനെ ഇരിക്കും. പക്ഷേ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ എ സി ഇട്ട് കിടന്നുറങ്ങുകയും ചെയ്തതെന്നാണ്. എ സിയിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡോ അല്ലേ, ആ സാധനം വന്നിട്ട് മരിച്ചുപോയ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു നടൻ തന്നെ അടുത്ത കാലത്ത് അങ്ങനെ മരിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് അധികം സൂക്ഷിക്കണ്ട, ജസ്റ്റ് ഒന്ന് കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് പോയാൽ മതി. അപ്പോൾ അതെല്ലാം അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചാർജിങ്, മൊബൈലിൽ സൂക്ഷിക്കാവുന്നൊരു സ്ഥലവും ഇവിടെ ചാർജിങ് പോർട്ടുകൾ 12 വോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ചാർജിങ് പോർട്ടുകൾ സി ടൈപ്പ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പഞ്ഞവുമില്ല. അതാ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെയുമുണ്ട് ഇഷ്ടം പോലെ സ്പേസ്, അതും കൊടുത്തിരിക്കുന്നു. ഇതും പോരാഞ്ഞിട്ട് ഇവിടെയും ഉണ്ട് ഒരു സ്പേസ്, നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിരിക്കുന്നു. എന്തൊരു ക്വാളിറ്റിയാണെന്നറിയോ എല്ലാ കാര്യങ്ങളിലും, ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിൽ ഗംഭീരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ മോഴ്സ് കോഡ് നമുക്ക് ഇവിടെയും കാണാം, 4 കുത്ത് 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 അവിടെയും കാണാം. പിന്നെ മൂൺ റൂഫ്, അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള മൂൺ റൂഫ്. ഇപ്പോൾ രാവിലെ എത്ര മണി, 8 മണിക്ക് പോലും ചെറുതായിട്ട് ചൂട് വരുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ ഈ മൂൺ റൂഫിൻ്റെ ഒരു പ്രശ്നം, അതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ അവിടെയും പിക്സൽ ഒരു തീമൊക്കെ കൊടുത്തിരിക്കുന്നു, ബ്ലാക്കും അതുപോലെ തന്നെ ആഷ് എന്നൊക്കെ കൊടുത്ത്, അതൊക്കെ നല്ല എലഗൻ്റാണ്, വളരെ ഗംഭീരമായിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇത് അടയുന്ന ഒരു രസമാണ്. നമ്മൾ സാധാരണ ഫ്ലാപ്പ്, മൂൺ റൂഫിൻ്റെ ഫ്ലാപ്പ് പുറകോട്ടൊക്കെ പോലെ, ഇതങ്ങനല്ല, 2 സൈഡിൽ നിന്നും വന്ന് അവർ ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ, അവർ ഒരുമിക്കുകയാണ്, ഒരുമിച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം പറയാനുള്ളത്. എന്തായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രശ്നങ്ങളെന്നല്ല, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ പല കാര്യങ്ങളും നന്നാക്കിയിട്ടുണ്ട്. അത് ഈ വയർലെസ് പാഡ് പോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെ അത്തരം മാറ്റങ്ങളെല്ലാം വരുത്തി ഇൻറ്റീരിയർ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ബ്ലാക്ക് ഫിനിഷാക്കി, അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ഏറ്റവും പുതിയ അയോണിക് 5 വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പിൻഭാഗത്തൂടി ഒന്ന് ഇരുന്ന് നോക്കാം. ഫുൾ ഫ്ലാറ്റാണ് ബാക്കിൽ ഈ ഫ്ലോർ, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 അഡ്ജസ്റ്റ് ചെയ്താൽ 4 പേർക്ക് പോലും ഇരിക്കുക, അത്രയും സുഖമാണ്. ബാറ്ററി താഴെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. പിൻഭാഗത്തേക്കൊന്നും ഒട്ടും ഹൈറ്റ് കൊടുത്തിട്ടുമില്ല. പിൻഭാഗത്തെ സീറ്റും വെൻറ്റിലേറ്റഡ് ആണ്, ഹീറ്റഡ് ആണ്, വെൻറ്റിലേറ്റഡ് അല്ല ഹീറ്റഡ് ആണ്. അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് 2 സി ടൈപ്പ് ചാർജറും അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ സൂക്ഷിക്കാവുന്നൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്കും എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എ സി വെൻറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് മാത്രം എന്താ വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്, ഒരിക്കലുമല്ല. നമ്മൾ ഈ മൊത്തത്തിൽ ഈ വാഹനത്തെ രാവിലെ വസ്ത്രാക്ഷേപം ചെയ്ത് നമ്മളാണ് പ്ലാസ്റ്റിക് എല്ലാം കളഞ്ഞു. ഇതതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ അത് വെളുത്ത നിറത്തിലല്ല എന്നാണ് കവി ഉദ്ദേശിച്ചത്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ സീറ്റ്, ഇത് നമുക്ക് പിൻഭാഗത്ത് ഇരിക്കുന്നയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മുന്നിൽ ആളില്ലെങ്കിൽ പോടാ മുന്നിലേക്ക് എന്നും പറഞ്ഞ് 2 ഞെക്കി ഞെക്കിയാൽ അദ്ദേഹം മുന്നിലേക്ക് നീങ്ങുകയും ഇഷ്ടംപോലെ സ്പേസ് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഈ പിന്നിലേക്ക് കിടന്നിട്ട് പോലും കണ്ടില്ലേ എന്തുമാത്രം സ്പേസാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുമാണ്, നല്ല സുഖമാണ് ഇരിക്കാൻ. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. കൂടാതെ തന്നെ നല്ല തലയിണം തന്നിട്ടുണ്ട് കേട്ടോ. അയോണിക് 5ൻ്റെ തലയിണയും തന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, പിന്നെ നല്ലൊരു ആംബ്രസ്റ്റും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ആവശ്യമുള്ള കാര്യം കേട്ടോ, ഇത് സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് നമുക്ക് ചൂട് ഏൽക്കാതെ ഇരിക്കാൻ സാധിക്കും. പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാൻ ഇവിടെയും സ്ഥലമുണ്ട്. പിന്നെ ഞാൻ പിൻഭാഗത്ത് പറഞ്ഞില്ലേ, നമ്മുടെ ബൂട്ടിനകത്ത് പറഞ്ഞ സംഭവം ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പിൻഭാഗത്ത് നമുക്ക് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കാം, ഇവിടെയും നമുക്ക് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞല്ലോ വെളിയിലുള്ള അപ്ലയൻസുകളും അല്ലെങ്കിൽ നമുക്ക് ഉൾഭാഗത്തിരുന്നുകൊണ്ട് ലാപ്ടോപ്പ് വർക്ക് ചെയ്യിക്കാനൊക്കെ ഇനി വളരെ എളുപ്പമാണ്. അവിടെ ഇരിക്കുക, മടിയിലേക്ക് വയ്ക്കുക, കുത്തുക, നിങ്ങൾ വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്തായാലും ഹീറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അത് ആംബ്രസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഓടിച്ച് നോക്കാം. ഞാൻ ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ പോലും ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഭയങ്കര എന്താ പറയുക, പ്ലാൻഡ് എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് രീതിയാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓടിച്ച് നോക്കാം.
വളരെ ശക്തമായ അഡാസ് ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ട 1-2 വാഹനങ്ങളിൽ അഡാസ് ഫീച്ചേഴ്സ് ഇന്ത്യനൈസ് ചെയ്തിരുന്നു. അത് ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇതിൽ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ലൈനൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി ഓടിച്ചില്ലെങ്കിൽ ഇതാ പിടിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ അല്പം കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായി തുടരുന്നുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ 5 അഡാസ് ഫീച്ചേഴ്സ് അധികമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന അയോണിക് 5ൻ്റെ അതേ ഡ്രൈവിംഗ് രീതികൾ തന്നെയാണ് ഇതിലുള്ളത്. ഒന്ന് ചവിട്ടിയാൽ മതി, പടപടയെ എന്നാണ് ഗിയർ പോകുന്നത്. അത് ഈ പറഞ്ഞ തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ആദ്യമായി ഓടിച്ച് ശീലിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഒരു ഭയപ്പാടുണ്ടാക്കിയേക്കാം. പക്ഷേ അതിനുശേഷം നമുക്ക് നല്ല രസകരമായ ഒരു ഡ്രൈവിംഗ് സുഖം സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡൊക്കെ വളരെ താഴെയാണ്. അതുകൊണ്ട് നമ്മൾ സീറ്റൊക്കെ ഹൈറ്റ് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏതൊരു വാഹനത്തെയും അമ്പരപ്പിക്കുന്ന വിസിബിലിറ്റിയാണ്. പിന്നെ വളരെ പ്ലസൻ്റാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ സീറ്റായാലും ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കുപ്പികളാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു സ്ഥലത്തെല്ലാം മൃഗങ്ങളെ കൊല്ലാതെ, വോൾവോ തുടങ്ങിയ പരിപാടിയാണ്, കൊല്ലാതെയുള്ള ലെതർ, അത്തരത്തിലുള്ള ഈ എന്താ പറയുക ഓർഗാനിക് ലെതറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ പരിസ്ഥിതി സൗഹൃദ വാഹനം കൂടിയാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 72.6 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉണ്ടായിരുന്നത്. 217 HP മോട്ടറാണ്, 350 Nm മാക്സിമം ടോർക്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ 84 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വന്നപ്പോൾ മോട്ടറിൻ്റെ പവർ എത്രയാണെന്ന് കമ്പനി പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും കണ്ടില്ലെങ്കിൽ പോലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് 229 bhp ആണ്. പക്ഷേ ടോർക്ക് സെയിം ആണ്, 350 Nm. അതുപോലെ 7.7 സെക്കൻഡ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അത് പഴയ ബാറ്ററി പാക്കുള്ള മോഡലാണ്. ഇപ്പോൾ കുറച്ചുകൂടി പവർഫുള്ളായി മാറിയിട്ടുണ്ട് മോട്ടറെങ്കിൽ അതൊരു 7 സെക്കൻഡായിട്ട് കുറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റേഞ്ചാണ് പ്രധാനപ്പെട്ട കാര്യം. 631 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞിരുന്നു, ഇപ്പോൾ 690 കിലോമീറ്ററായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തായാലും 600 കിലോമീറ്റർ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 91% ആണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ 531 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബാക്കിയുണ്ട്. എന്നാൽ AC ഓഫ് ചെയ്യുകയാണെങ്കിൽ 548 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് 600-നും കുറച്ചുകൂടി മുകളിൽ നിൽക്കാനുള്ള സാധ്യതയാണിപ്പോൾ നമുക്ക് തോന്നുന്നത്. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. സസ്പെൻഷൻ അതിഗംഭീരമാണ്. ഒട്ടും തന്നെ നമ്മൾ ഏത് ചെറിയ ഹമ്പുകളും ബമ്പുകളും എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ അറിയുക പോലുമില്ല, ആ രീതിയിൽ ഗംഭീരമായ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ 5 ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിൽ റിയർ പാർക്കിംഗ്, കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റും, സൈഡ് പാർക്കിംഗ്, ഡിസ്റ്റൻസ് വാർണിംഗ്, അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 6 എയർ ബാഗ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, പിന്നെ ABS, EBD അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പക്ക സുരക്ഷിതമായൊരു വാഹനമെന്നാണ് പറയേണ്ടത്. എന്തായാലും ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ജനിച്ചിരിക്കുന്നത്. അതായത് ഈ GMP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. അതിന് 800 വോൾട്ടിൻ്റെ ബാറ്ററി ടെക്കിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് തന്നെ 57 മിനിറ്റ് കൊണ്ടൊക്കെ 80% ചാർജ് ആകുമായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ മോഡൽ. രണ്ടാമത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മോഡൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും അതൊക്കെ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചാർജിങ്ങും ഒരു പ്രശ്നമായി കരുതാനാവില്ല. എന്നാലും ഡ്രൈവ് മോഡുകളൊക്കെ മാറ്റുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് സ്പോട്ടിലേക്ക് വരുമ്പം നമ്മളൊന്നും ചെയ്യേണ്ടത് അങ്ങ് പോവുക. മൈ ഡ്രൈവർ സ്നോ പിന്നെ ഇവിടെ ഇല്ലല്ലോ. ഇക്കോ, നോർമൽ, സ്പോട്ടിലാണ് ഏറ്റവും രസകരമായ. പക്ഷേ അപ്പോഴത്തേക്കും റേഞ്ച് താഴെ പോകുമെന്ന് അറിയാമല്ലോ. ബ്രേക്കിംഗ് എല്ലാം 4 വീലുകളും ഡിസ്ക് ബ്രേക്കൊക്കെയാണ്. അത്തരം കാര്യങ്ങളും എല്ലാം ഗംഭീരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ പുതിയ EVകളുടെ തിരതള്ളൽ ഇത് വാങ്ങിക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രശ്നങ്ങളും സംഭവിക്കാനില്ല. ഹ്യുണ്ടായുടെ EVകൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തലവേദന ഉണ്ടാവില്ല. സോഫ്റ്റ്വെയർ പോലുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ 600 കിലോമീറ്റർ റേഞ്ച് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഓടിച്ച് രസിക്കാനുള്ള സാധ്യത നമുക്ക് തുറന്നു തരുന്നുമുണ്ട് ഏറ്റവും പുതിയ അയോണിക് 5. അപ്പോൾ ഈ വാഹനം പ്രധാനമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന വില വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല വാഹനങ്ങളും പറയാം. അതിൽ ഏറ്റവും പുതിയ ബെൻസിൻ്റെ CLA EV അടക്കമുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു സെഡാനാണെന്നുള്ളതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. എങ്കിൽ പോലും BYDയുടെ വാഹനങ്ങളുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹീന്ദ്ര എല്ലാം ഉണ്ട്. പക്ഷേ മഹീന്ദ്രയ്ക്ക് ഇത്രയും വിലയില്ലെന്നേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുമാണ്. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തുനിഞ്ഞിട്ടില്ല ഹ്യുണ്ടായി എന്നാണ് പറയേണ്ടത്.
അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ച് കഴിഞ്ഞ ഏറ്റവും പുതിയ ഹ്യുണ്ടായി അയോണിക് 5ൻ്റെ വില വർദ്ധിച്ചു. 55,70,000 രൂപയായി. നേരത്തെ 46,30,000 മറ്റോ ആയിരുന്നു. അതിൽ 9 ലക്ഷം രൂപയിലധികം വില വർദ്ധിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം വെച്ചാൽ അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കാലമാറ്റം വളരെ പ്രധാനമാണല്ലോ. അതായത് ഇപ്പം 5 വർഷത്തോളമായി വാഹനം വന്നിട്ട്, അപ്പോൾ എന്തായാലും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ തരത്തിലും. ഗ്യാസിൻ്റെ വില വർദ്ധിച്ചു, പെട്രോളിൻ്റെ വില വർദ്ധിച്ചു, പിന്നെ ഹ്യുണ്ടായുടെ വിലയും വർദ്ധിക്കണമല്ലോ. അങ്ങനെ വർദ്ധിപ്പിച്ചായിരിക്കാം. എന്തായാലും കൂടുതൽ മാറ്റങ്ങൾ ഇപ്പോൾ 5 അഡാസ് ഫീച്ചേഴ്സ് തന്നെ ആഡ് ചെയ്തപ്പോൾ തന്നെ ഒന്നിന് 1 ലക്ഷം വെച്ച് കൂട്ടിക്കും. അപ്പോൾ തന്നെ 5 ലക്ഷം രൂപയില്ല. അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കിയാൽ മതി. വലിയ സങ്കടമില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്തായാലും 690 കിലോമീറ്റർ ഈ ഒരു റേഞ്ച് പറയുന്ന വാഹനത്തിന് 600 കിട്ടിയാൽ ഹാപ്പി. വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഓടിച്ചു പോകാം. ഇതൊന്നുമല്ല എന്നെ ഏറ്റവും ഇതിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, പണ്ടത്തെ കോനയുടെ ഓണേഴ്സിന് പോലും ഒരു പരാതിയും ഇലക്ട്രിക് വാഹനം എന്നുള്ള നിലയ്ക്ക് അതിനെപ്പറ്റി പറയാനില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഏറ്റവും ആധുനികമായ മറ്റ് പല ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ കാണിക്കുമ്പോൾ കോനയുടെ കാര്യത്തിൽ ഹാപ്പി ആയിട്ടാണ് ആൾക്കാർ ഓടിച്ചു നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കോന ഉപയോഗിക്കുന്ന ആളാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം അയോണിക് 5 ആയാലും ഇപ്പോൾ കിയയുടെ EV6 ആയാലും ഒന്നും പരാതി രഹിത വാഹനങ്ങളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മാതൃക EVകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെയുമല്ല, നല്ല ഗംഭീരമായ ഇൻറ്റീരിയറും നല്ല ഗംഭീരമായ ബിൽഡ് ക്വാളിറ്റിയുമാണ്. ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഓടിക്കാനുള്ള ഒരു രസമാണെങ്കിൽ അത് വേറെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ അയോണിക് 5നെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.